അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിഎ അഫ്ദൽ ഉലമ 4th സെമസ്റ്റർ ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് ആൻഡ് ഹുമയ്യത്ത് ലിറ്ററേച്ചറിലെ അഖ്തലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിന്റെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഹുവ അബൂ മാലിക് ഖിയാസ് ബിൻ ഖൗസ് മിൻ ബനി തഗ്ലബ്. അദ്ദേഹത്തിന്റെ അഖ്തലിന്റെ യഥാർത്ഥ പേരാണ് പറയുന്നത്. അഖ്തൽ എന്നത് അദ്ദേഹത്തിന്റെ ലഖബാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബൂ മാലിക് ഖിയാസ് ബിൻ ഖൗസ് എന്നാണ്. പരീക്ഷകൾക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാറുള്ളതാണ് അഖ്തലിന്റെ യഥാർത്ഥ പേര് എന്താണെന്നൊക്കെ. അദ്ദേഹം മിൻ ബനി തഗ്ലബ്, ബനു തഗ്ലബ് ഗോത്രക്കാരനാണ്. വകാനത്ത് ഉമ്മു തുദഅ ലൈല. അദ്ദേഹത്തിന്റെ ഉമ്മയെ വിളിക്കപ്പെടുന്ന പേര് ലൈല എന്നാണ്. ഉലിദ ഖിയാസ് ബിൻ ഖൗസ്. ഖിയാസ് ബിൻ ഖൗസ് ജനിച്ചത് ഫിൽ ഹീറ. ഹീറയിലാണ് അദ്ദേഹം ജനിച്ചത്. നഹ്വ സന 20 ഹിജ്റ 20, അതായത് 649 മീലാദിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. വകാന ജരീഅൻ അലന്നാസി. അദ്ദേഹം ജനങ്ങളിൽ വളരെ ധൈര്യശാലിയായ ആളായിരുന്നു. സഫീഹുൽ ലിസാനി. അദ്ദേഹം വിഡ്ഢിത്തങ്ങൾ പറയുന്ന ആളായിരുന്നു. ഫലുഖിബ ബിൽ അഖ്തൽ. അങ്ങനെയാണ് അദ്ദേഹത്തിന് അഖ്തൽ എന്നുള്ള ലഖബ്, അദ്ദേഹത്തിന് സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. വകദാലിക കാന ലഹു ലഖബുൻ ഫീ സിഗ്രിഹി ഹുവ ദൗബൽ. അദ്ദേഹത്തിന് വകദാലിക അതേപോലെ കാന ലഹു ലഖബുൻ, അദ്ദേഹത്തിന് ഒരു ലഖബ് ഉണ്ടായിരുന്നു. ഫീ സിഗ്രി, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത്, ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്. ഹുവ ദൗബൽ, അതായത് ദൗബൽ എന്നാണ്. ദൗബൽ എന്ന് പറഞ്ഞാല് അൽ അഹ്മർ സഗീർ, ചെറിയ കഴുത എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. കാനൽ അഖ്തൽ നസ്രാനിയൻ. അദ്ദേഹം നസ്രാനിയാണ്, ക്രിസ്ത്യാനിയായ ആളായിരുന്നു. വലം യകുൻ മുത്തസികൻ മഅ തഖാലിദിൽ മസീഹിയ. എന്നാൽ ക്രിസ്ത്യൻ പരമ്പരാഗതമായ കാര്യങ്ങളോടൊന്നും അദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. ഷബ്ബബ, ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് പറയുന്നത്. ഷബ്ബബ അബ്ദുറഹ്മാൻ ബിൻ ഹസ്സാൻ ബിൻ സാബിത്ത് ബിറംല ബിൻത് മുആവിയ. ഷബ്ബബ അബ്ദുറഹ്മാൻ ബിൻ ഹസ്സാൻ ബിൻ സാബിത്ത്, ഹസ്സാൻ ബിൻ സാബിത്തിന്റെ മകനായിട്ടുള്ള അബ്ദുറഹ്മാൻ, അദ്ദേഹം ശൃംഗാര കാവ്യം രചിച്ചു, അല്ലെങ്കിൽ പ്രണയകാവ്യം രചിച്ചു. ബിറംല ബിൻത് മുആവിയ, മുആവിയയുടെ മകളായിട്ടുള്ള റംലയെ കുറിച്ച്. ഫഗളിബ അഖൂഹ യസീദ് വശക്കാ ദാലിക ഇലാ അബീഹി. ഫഗളിബ അഖൂഹ, അങ്ങനെ അവളുടെ സഹോദരന് ദേഷ്യം വന്നു, സഹോദരൻ യസീദിന്. വശക്കാ ദാലിക, അദ്ദേഹം അത് പരാതിയായി പറഞ്ഞില്ല. അബീഹി, അദ്ദേഹത്തിന്റെ ഉപ്പയോട്, അത് മുആവിയായിട്ടുള്ള ഉപ്പയോട് അതിനെ കുറിച്ച് പരാതി പറഞ്ഞു. എന്നാൽ അറാദ മുആവിയ ഉദ്ദേശിച്ചു യുആലജ ഹാദിൽ ഖളിയ, ഈ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ബിൽ ഹിൽമി വദ്ദഅഹി, അത് വളരെ ജ്ഞാനപൂർവവും അതുപോലെ കൗശല രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചു. ഫലം യല്ല യസീദ്, എന്നാൽ യസീദിന് അത് തൃപ്തിപ്പെട്ടില്ല. വ അർസല സിർറൻ, അദ്ദേഹം രഹസ്യമായിട്ട് അയച്ചു. ഇല കഅബ് ബിൻ ജുഹൈൽ, കഅബ് ബിൻ ജുഹൈൽ എന്ന കവിയിലേക്ക് അദ്ദേഹം രഹസ്യമായിട്ട് ഒരാളെ അയച്ചു. വഖാല ലഹു, എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, അന്ന അബ്ദുറഹ്മാൻ ബിൻ ഹസ്സാൻ, അബ്ദുറഹ്മാൻ ബിൻ ഹസ്സാൻ എന്ത് ചെയ്തു, കത് ഫലഹിന, ഞങ്ങളെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്, ഞങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഫഹ്ജിൽ അൻസാർ, അതുകൊണ്ട് അൻസാറുകളായിട്ടുള്ള ആൾ, അതായത് ഹസ്സാൻ ബിൻ സാബിത്ത് ഒക്കെ അൻസാറുകളിൽപ്പെട്ട ആൾ, അതവരെ ഹജ്ജാജ് ചെയ്യണം എന്ന് എന്ത് ചെയ്തു, അദ്ദേഹത്തിനോട് പറഞ്ഞു. എന്നാൽ ഫഖാല ലഹു കഅബ്, എന്നാൽ കഅബ് പറഞ്ഞു, അഹ്ജു ഖൗമൻ നസറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച ഒരു ജനതയെ അവരെ ആക്ഷേപിക്കാനോ എന്ന് അദ്ദേഹം ചോദിക്കാണ്. വലാകിന്നെങ്കിലും ഞാൻ എന്ത് ചെയ്യാ, അതുല്ലുക അലാ ഗുലാമി മിന്ന, ഞങ്ങളിൽപ്പെട്ട ഒരാളെ നിനക്ക് അറിയിച്ചു തരാം. അദ്ദേഹം എന്താണ്, നസ്രാനിയുൻ കാഫിറുൻ ഷായിർ, അദ്ദേഹം ക്രിസ്ത്യാനിയും കാഫിറും കവിയും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എന്ത് ചെയ്യും, വേണമെങ്കിൽ നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ സഹായിക്കാം എന്ന് അദ്ദേഹം അറിയിച്ചു കൊടുത്തു. അങ്ങനെ വദല്ലഹു അലൽ അഖ്തൽ, അങ്ങനെ അദ്ദേഹം അഖ്തലിനെ അറിയിച്ചു കൊടുത്തു. ഫദഅ യസീദ് ബിൽ അഖ്തൽ, അങ്ങനെ യസീദ് അഖ്തലിനെ ക്ഷണിച്ചു. വഖാല ലഹു, എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, യഹ്ജിൽ അൻസാറ, അൻസാറുകളെ നീ എന്ത് ചെയ്യണം, ആക്ഷേപിക്കണം. ഫഖാല ലഹു അഖ്തൽ, അങ്ങനെ അഖ്തൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, വ ഉഫരിഖു മിൻ അമീറുൽ മുഅ്മിനീൻ, വ ഉഫരിഖു
ഉഫരിക്കു എന്ന് പറഞ്ഞാൽ അഖാഫു ഞാൻ പേടിക്കുന്നു, മിൻ അമീറുൽ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീനെ ഞാൻ പേടിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു. ഫഖാല ലഹു യസീദ്, അപ്പോൾ യസീദ് പറയും ലാ തഖഫ്, നീ പേടിക്കണ്ട, അന അഹ്മീക, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഫഖാല അഖ്തൽ, അങ്ങനെ അഖ്തൽ അവരെ കുറിച്ച് അൻസാറുകളെ കുറിച്ച് എന്ത് ചെയ്തു, ആക്ഷേപിച്ചുകൊണ്ടുള്ള കവിത രചിച്ചു. അതിൽപ്പെട്ട ഒരു വരിയാണ് ദഹബത്ത് ഖുറൈശുൻ ബിൽ മകാരിമി കുല്ലുഹ വല്ലുഉമു തഅത അമാഇമൽ അൻസാരി. ദഹബത്ത് ഖുറൈശുൻ ബിൽ മകാരിമി കുല്ലുഹ, ഖുറൈശികളുടെ നല്ല പദവികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. വല്ലുഉമ ആക്ഷേപം തഹ്ത അമായിമിൽ അൻസാരി, അൻസാറുകളുടെ തലപ്പാവിന് താഴെയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു കവിത രചന നടത്തി. ഇജ്തമഅൽ ഫറസ്ദഖ്, ഇനി മറ്റൊരു സംഭവം പറയാണ്. ഇജ്തമഅൽ ഫറസ്ദഖ് വ ജരീർ വൽ അഖ്തൽ, ഫറസ്ദഖും ജരീറും അഖ്തലും ഇവര് 3 പേര് ഒരുമിച്ച് കൂടി. ഇന്ദ ബഷർ ബിൻ മർവാൻ, ബഷർ ബിൻ മർവാന്റെ അടുക്കൽ, വാലിൽ കൂഫ, കൂഫയിലെ ഗവർണർ ആയിട്ടുള്ള ബഷർ ബിൻ മർവാന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. ഫഖാല ബഷർ ലിൽ അഖ്തൽ, അങ്ങനെ ബഷർ അഖ്തലിനോട് പറഞ്ഞു, ഇഹ്കിം ബൈനൽ ഫറസ്ദഖ് വ ജരീർ, ഫറസ്ദഖിന്റെയും ജരീറിന്റെയും ഇടയിൽ നീ വിധി കൽപ്പിക്കണം എന്ന് പറഞ്ഞു. അവരിൽ ആരാണ് നല്ല കവി എന്ന് വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഫഖാല അൽ അഖ്തൽ, അങ്ങനെ അഖ്തൽ പറഞ്ഞു, അൽ ഫറസ്ദഖ് യൻഹിതു മിൻ സഖർ വ ജരീർ യഗ്റഫു മിൻ ബഹർ. ഫറസ്ദഖ് യൻഹിതു മിൻ സഖർ, അദ്ദേഹം പാറയിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്, അദ്ദേഹത്തിന്റെ കവിതകൾ പാറയിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. വ ജരീർ യഗ്റഫു മിൻ ബഹർ, അദ്ദേഹം കടലിൽ നിന്നും കോരിയെടുക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് പറഞ്ഞു. ഫലം യർല ജരീർ ബിദാലിക, എന്നാൽ ജരീറിന് ഇത് തൃപ്തിയായില്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ലി അന്ന മദാറു ഷിഅരി, ഈ കവിതകളുടെയൊക്കെ അവലംബം എന്ന് പറയുന്നത്, ലി അന്ന മദാറു ഷിഅറുൽ ജയ്യിദ്, നല്ല കവിതകളുടെയൊക്കെ അവലംബം ഫിൽ അസ്റിൽ ഉമവി കാലഘട്ടത്തിൽ കാന സ്വലാബത്തു, അതിന്റെ കാഠിന്യം കൊണ്ടായിരുന്നു. ല സഹൂലത്തു, അതിന്റെ എളുപ്പം കൊണ്ടല്ല. കാരണം പാറയിൽ കുത്തിവെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള പണിയാണ്. അതിനേക്കാൾ എളുപ്പമാണ് കടലിൽ നിന്ന് എന്ത് ചെയ്യുക, കോരിയെടുക്കുന്നത്. അപ്പോ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള കവിതകൾക്കാണ് നല്ല കവിതകൾ എന്ന് പറയാം. അതുകൊണ്ട് ജരീറിന് അത് ഇഷ്ടപ്പെട്ടില്ല. വഖദ് ലല്ലൽ അഖ്തല് ആയി തീർന്നു ഷായിറൻ ലി ബനി ഉമയ്യ, ബനു ഉമയ്യയുടെ കവിയായി മാറി. യംദഹും, അവരെ മദ്ഹ് ചെയ്യുകയും വയഹ്ജു ഖുസൂമവും, അവരുടെ എതിരാളികളെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കവിയായി മാറി. ഹത്താ മാത സന 95 ഹിജ്റ 95 അദ്ദേഹം മരിക്കുന്നത് വരെ ബനു ഉമയ്യയുടെ കവിയായി മാറി. ഫി ഖിലാഫത്തിൽ വലീദ് ബിൻ അബ്ദുൽ മലിക്, അദ്ദേഹം മരിക്കുന്നത് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്തായിരുന്നു. അജ്മഅൻ നുക്കാദ്, നാക്കിദുമാരൊക്കെ ഒരുമിച്ച് കൂടി പറയുന്നുണ്ട്, അല അന്ന ഷിഅറുൽ അഖ്തൽ, അഖ്തലിന്റെ കവിത യുശബ്ബഹു ഷിഅറുൻ നാബിയത്തു ദുബിയാനി, ജാഹിലി കവിയായിട്ടുള്ള നാബിയത്തു ദുബിയാനിയുടെ കവിതയോട് സാദൃശ്യമുള്ള കവിതകളാണെന്ന് പറയുന്നുണ്ട്. വഷ്തഹറൽ അഖ്തൽ പ്രസിദ്ധനായിട്ടുണ്ട് ബി മദ്ഹിൽ മുലൂക്കി, രാജാക്കന്മാരെ മദ്ഹ് ചെയ്യൽ കൊണ്ടും, വസിഫത്തിൽ ഖംരി ഖാസതൻ, പ്രത്യേകിച്ച് കള്ളിനെ വിശേഷിപ്പിക്കുന്നതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധനായ കവിയാണ്. കമാ, അതുപോലെ അജാദ് അദ്ദേഹം നന്നാക്കിയിട്ടുണ്ട് അൽ ഫഖ്റിനെയും വൽ ഹജാഇനെയൊക്കെ ആക്ഷേപ കാവ്യങ്ങളൊക്കെ അദ്ദേഹം നന്നാക്കി പറഞ്ഞിട്ടുണ്ട്. വലഹു, അദ്ദേഹത്തിനുണ്ട് ഹിക്കമുൻ ഖലീലത്തുൻ, കുറച്ച് ഹിക്കമിലുള്ള കവിതകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഫഇന്ന വസ്ഫുൽ ഖംരി, അദ്ദേഹത്തിന്റെ ഖംറിനെ വിശേഷിപ്പിക്കൽ, കത് വല്ല ഇന്ദു, അദ്ദേഹത്തിന്റെ അടുക്കലായിട്ടുണ്ട്. വറല മിൻ അഗ്റാദിൽ ഖസീദത്തി, കവിതയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് ആയി തീർന്നിട്ടുണ്ട്. എന്നാൽ വലം യസ്ബഹ്, അതായിരുന്നില്ല ഫന്നൻ മുസ്തഖില്ലൻ ബിനഫ്സി, അതൊരു സ്വതന്ത്രമായ ഒരു കലയൊന്നും ആയിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഒറലായി മാറിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അഖ്തലിനെ കുറിച്ച് പറയാനുള്ളത്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.